നമ്മുടെ ഈ പുറകെ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, ഈ ബോർഡേഴ്സിലൊക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടി വരുന്നതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഐറ്റമാണ്. അതായത് ഇനി മുതൽ ഇപ്പോൾ നമ്മുടെ ബോർഡേഴ്സിലൊക്കെ എപ്പോഴും ഇങ്ങനെ അറ്റാക്സ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സമയമാണല്ലോ. അവിടെയും കംപ്ലീറ്റ്ലി ഓട്ടോണോമസ് ആയിട്ട് വരുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു മെഷീൻ കം വെഹിക്കിൾ ആയിരിക്കും ഇത്. ഇതിൻ്റെ ആ ഒരു മുകളിൽ കാണുന്നിടത്ത് വെപ്പൺസ് കാണും, അതേപോലെ സോളാറിൽ പവർ ചെയ്യാൻ പറ്റും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഈ ആൾക്കാരെ ഹ്യൂമൻസിനെ ബോർഡേഴ്സിൽ കൊണ്ടുപോകാതെ നമുക്ക് ഇത് വെച്ചിട്ട് റിമോട്ട്ലി നമുക്ക് സർവൈലൻസ് ചെയ്യാൻ പറ്റും. റിയൽ ടൈം അപ്ഡേറ്റ്സ് വരും. അതേപോലെ തന്നെ നമുക്ക് റിമോട്ട്ലി ഫയർ ചെയ്യാനും പറ്റും. എന്നാലും വെച്ചെങ്കിൽ സെക്യൂരിറ്റി വേറെ ലെവലിലോട്ട് കൊണ്ടുപോകണം. അവിടെ ഹ്യൂമന്റെ ഒരു ഒരു ആക്ടിവിറ്റി ഡയറക്ട്ലി ഇൻവോൾവ് ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം കാഷ്വാലിറ്റീസ് കുറയ്ക്കാൻ പറ്റും അല്ലേ? അതെ. ബോർഡർ യൂണിറ്റ് ആയിട്ട് ഇത് ഏത് മലകളിലും മരുഭൂമിയിലും ഇത് പോയി ഇതിന്റെ പ്രവർത്തനം സജ്ജമാക്കിയിട്ട് അതിന്റെ ഇൻഫർമേഷൻ അതാത് സമയം കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ഫ്യൂച്ചർ, ആർമിയുടെയൊക്കെ ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ സെക്യൂരിറ്റിയുടെ ഒരു ഫ്യൂച്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നിൽക്കുന്നത് ജൈടെക്സ് ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ ടെക് ഷോയിലായിരിക്കും. ഇതേപോലത്തെ പുതിയ അറിവിനായിട്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്തു. ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കൊണ്ടുവരികയാണ്. അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കും.